ഞാനാ എന്താ ഒരു കോള് വരുന്നു. സംവിധായകൻ ദീപു കരുണാകരനെതിരെ താരസംഘടനയായ അമ്മയിൽ പരാതി നൽകി നടി അനശ്വര രാജ്. എന്താ സംഭവിച്ചെന്ന് ഞാൻ തന്നെ പറയാം. ഫ്ലാഷ് ബാക്ക് പ്രൊമോട്ട് ചെയ്യേണ്ട സമയത്ത് ഇൻസ്റ്റ വഴി പ്രൊമോട്ട് ചെയ്തില്ല. Oh my god, she's in trouble. ഇൻസ്റ്റയിൽ ഒരു 3 പോസ്റ്റ് ഇടുന്നതായിട്ട് എന്താണ് വോട്ട് സ്റ്റോപ്പിംഗ് ഫെയർ എന്നുള്ളതാണ്. നീ ഒരു റീസൺ പറ. ചെറിയൊരു പോസ്റ്റ് ഇടുന്നതിൽ എന്താ തെറ്റ്? എന്ത് കണ്ടിട്ടാടി ഈ അഹങ്കാരം? Meanwhile, സിനിമ നമ്മൾ തുടങ്ങുന്ന സമയം തൊട്ട് നമ്മളൊരു എഗ്രിമെന്റ് വേണ്ട വേണ്ട ഇവനെ വിട്ടുകളി. നമ്മൾ കമ്മിറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടു. പിന്നെ എഗ്രിമെന്റിൽ ഉള്ളിടത്തോളം കാലം ഡെഫിനറ്റ് ആയിട്ട് അതിനെ മാർക്കറ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് തോന്നി സിനിമ ഓടില്ല കുട്ടി വേണ്ട വേണ്ട എന്ന് തോന്നിയതിനു ശേഷം നമ്മള് സിനിമ പ്രൊമോട്ട് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അത് കാര്യം അറിയാൻ കൂടെ നിൽക്കുന്നില്ല. തനിക്കാവുമ്പോ പിന്നെ നാളെ കുറിച്ച് ചിന്തിക്കണ്ടല്ലോ. സിനിമ അയാളുടെ സിനിമയല്ലേ, അദ്ദേഹത്തിന്റെ സിനിമയാണ്, ആ നടിയുടെ സിനിമയാണ്. അപ്പൊ പിന്നെ ചുറ്റിലുള്ള ശബ്ദങ്ങൾ എന്നെ വല്ലാണ്ട് ഭയപ്പെടുത്തുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും അവരതിനെ എന്തും ആയിക്കോട്ടെ അവരതിനെ മാർക്കറ്റ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, തീർച്ചയായിട്ടും ചെയ്തേ പറ്റും. പക്ഷെ ഇതിന്നൊക്കെ ഞാൻ പുറത്തു കിടക്കും. 2 days later. എന്താ പരിപാടി? സംവിധായകൻ ദീപു കരുണാകരനെതിരെ താരസംഘടനയായ അമ്മയിൽ പരാതി നൽകി നടി അനശ്വര രാജ്. നീ വിട്ടു, ഇത് എനിക്കുള്ള പണിയാ. ഇന്റർവ്യൂകളിൽ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തി എന്നാരോപിച്ചാണ് പരാതി. ദീപു കരുണാകരൻ അനശ്വര രാജൻ തർക്കം പരിഹരിക്കാൻ അമ്മ സംഘടന ഇടപെടുന്നു. ഇതെന്നത്തേക്ക് തീരും? ഈ മാസം 8-ന് ഇരുവരെയും ഒരുമിച്ചിരുത്തി വിശദീകരണം തേടും. ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ. സോഷ്യൽ മീഡിയയും യൂട്യൂബ് ചാനലുകളും വഴി അപകീർത്തിപ്പെടുന്ന ആളെയും നിയമപരമായി നേരിടുമെന്ന് അനശ്വര ഫേസ്ബുക്കിൽ കുറിച്ചു. ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് നിയമപരമായി നേരിടും. അനശ്വര രാജൻ ഇത് ഷെയർ ചെയ്തിട്ടുള്ളതും ഇവിടെ കാണാം. അവരുടെ പേജിലേക്ക് അത് ഷെയർ ചെയ്തൊരു കാര്യവും ഇവിടെ കാണുന്നുണ്ട്. ഫോട്ടോ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. അപ്പൊ ഇത്രയും ചെയ്തൊരു കുട്ടിയെ ഇത്രയും മോശക്കാരിയാക്കാൻ ശ്രമിച്ചിട്ടുള്ള നമ്മുടെ അണ്ണന്റെ ആ ഒരു മനോനില പരിശോധിക്കണം. ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. എന്തായിരുന്നാലും ദീപു അണ്ണൻ എയറിൽ, അനശ്വര രാജൻ എന്തായാലും ഗ്രേറ്റ്. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. ഞാൻ പോകുന്നു. ബൈ ബൈ.